കേരളത്തിൻ്റെ നമ്പർ 1 ആരോഗ്യ മേഖലയാണെന്ന് നാല് മുളം നീളമുള്ള നാക്കുമായി നിരന്തരം പറയുന്ന സർക്കാർ സാധാരണക്കാരായ രോഗികളെ മരണത്തിലേക്ക് തള്ളിവിടരുത്. കാരണം സാധാരണക്കാർക്ക് സ്വകാര്യ ആശുപത്രികളിൽ ആശ്രയിക്കാനുള്ള സാഹചര്യവും പണവും ഇല്ലാത്തത് കൊണ്ടാണ് അവർ മെഡിക്കൽ കോളേജുകളിലേക്ക് പോകുന്നത്. ആർക്കും ഇഷ്ടമായിട്ടല്ല ആശുപത്രികളിൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ ജീവൻ കൊണ്ട് സർക്കാർ അഭ്യാസം കളിക്കരുത് എന്ന് മാത്രമാണ് സർക്കാരിനോട് പറയാനുള്ളത്. നേരത്തെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞത് പല ഉപകരണങ്ങളും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ബലിയാടാക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനൊക്കെ സർക്കാർ ശ്രമിച്ചിരുന്നു. കേരളത്തിന്റെ പ്രതിഷേധം ഭയന്ന്, ബഹുജന രോഷം ഭയന്നുകൊണ്ടാണ് അതിൽ നിന്ന് സർക്കാർ പിന്മാറിയത്. പക്ഷേ ഹാരിസ് ചിറക്കൽ പറഞ്ഞത് 100% ശരിയാണെന്ന് ഇപ്പോൾ വീണ്ടും ബോധ്യം വരികയാണ്, തെളിയിക്കപ്പെടുകയാണ്. ആ വിഷയത്തിൽ അതിശക്തമായ ഒരു നിലപാട് ആരോഗ്യവകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും സ്വീകരിക്കണം. അല്ലെങ്കിൽ ഇനിയും ഒരുപാട് ശസ്ത്രക്രിയകൾ മുടങ്ങുന്ന സാഹചര്യമുണ്ടാകും, ആളുകൾ മരിക്കുന്ന സാഹചര്യമുണ്ടാകും. ഇത് അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടേണ്ടത് ആരോഗ്യമന്ത്രിയാണ്. ആരോഗ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രതിഷേധങ്ങളെ അവർക്ക് പുച്ഛമാണ്, അല്ലെങ്കിൽ ആളുകൾ അഭിപ്രായം പറയാൻ അവർക്ക് പുച്ഛമാണ്. എല്ലാ വിഷയവും ഒരു മാധ്യമ പ്രവർത്തകയായ ഇവർ എങ്ങനെ ഇത്തരത്തിൽ വിഷയങ്ങളെ സമീപിക്കുന്നത് അത്ഭുതമുളവാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ആരോഗ്യമന്ത്രി കേരളത്തിന്റെ പ്രതിഷേധത്തിൽ ചൂടറിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇനിയും ആരോഗ്യമന്ത്രി ഈ നിലപാട് തുടർന്നാൽ അവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമുണ്ടാകും. ശക്തമായ പ്രതിഷേധവുമായി യുവജന സംഘടനകൾ രംഗത്തിറങ്ങും, രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തിറങ്ങും.